ഞാൻ 2008 ശേഷം ഒരു അറ്റാക്കും കാര്യമൊക്കെ ഉണ്ടായ ശേഷം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ 10-17 വർഷമൊക്കെ ആയി. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു 6 മാസം കംപ്ലീറ്റ് ചെക്കപ്പാണ്. ബ്ലഡും എല്ലാ കാര്യങ്ങളും നോക്കിയപ്പോൾ അതിൽ വലിയ മാറ്റം ഇതുവരെ ഡോക്ടർ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള മാറ്റമുണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ മരുന്ന് വളരെ കുറച്ചു, എക്കോസ്പിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ചു. അങ്ങനെ HbA1c നമ്മുടെ ബ്ലഡിൻ്റെ സെല്ലിലെ ഗ്ലൂക്കോസ് പിന്നെ 7 ആയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. 7 ആയിട്ടുണ്ട്. 10 ഉണ്ടായില്ല, 10, 8 അങ്ങനെയുള്ള ആ ഒരു റേഞ്ചിലായിരുന്നു പോയിരുന്നത്. നോർമൽ 6.5. ഡയബറ്റിക് ആയതിൻ്റെ പേരിൽ പിന്നെ അവർ ഒരിക്കലും 6.5 എത്താൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മിനിമം ലെവലിൽ ഇങ്ങനെ നിൽക്കുക. അതെല്ലാം ഉണ്ടായത് ഈ മാക്സവൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ റിസൾട്ടായിട്ടാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതിന് മുമ്പ് ഉണ്ടാവണമല്ലോ. കാരണം 4-5 മാസമായിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് അതൊക്കെ ആ മെഡിസിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പൊ ശരിക്കും സുഖമായിട്ട് ഒരു പ്രശ്നമില്ല. വർഷങ്ങളായിട്ട് യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന ആളൊക്കെ സാധാ ക്ലോസറ്റ് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.